നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് നമുക്കൊരു പലഹാരം തയ്യാറാക്കിയാലോ? ഇതിനായി ആദ്യം നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 7-8 ചുമന്നുള്ളിയാണ് വേണ്ടുന്നത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ അളവിൽ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. പുഴുക്കലരിയുടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയും മതിയാകും. റവയൊക്കെ നമ്മൾ നന്നായി ഒന്ന് വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റി ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്നത് ഓരോന്നായി വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്കൊന്ന് മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.